അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനം മൂലം അമേരിക്കയ്ക്ക് വമ്പൻ നേട്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നിരവധി കരാറുകളിലാണ് ഒപ്പുവെച്ചത്. അമേരിക്കയിൽ സൗദി $600 ബില്യൺ നിക്ഷേപിക്കും. ഇതിനു പുറമെ $142 ബില്യൺ ആയുധ കരാറും അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്നലെ സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വമ്പൻ സ്വീകരണമാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായാണ് ഖത്തറിലെത്തുന്നത്. കഴിഞ്ഞ തവണ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയിൽ എത്തിയിരുന്നുവെങ്കിലും ഖത്തറിലെത്തിയിരുന്നില്ല. സൗദിയിൽ മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് ഒപ്പുവെച്ച കരാറിനേക്കാൾ വലിയ കരാറുകളാണ് ഖത്തറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറായ ഷെയ്ഖ് തമീമും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. $1.2 ട്രില്യൺ പടുകൂറ്റൻ കരാറുകളാണ് അമേരിക്കയും അതുപോലെ ഖത്തറും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വ്യാപാര, പ്രതിരോധ, വ്യോമയാന രംഗത്താണ് ഇത്തരത്തിൽ $1.2 ട്രില്യൺ പടുകൂറ്റൻ കരാർ അമേരിക്കയും ഖത്തറും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. സൗദി അറേബ്യയെ പോലെ തന്നെ ഖത്തറും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വമ്പൻ വരവേൽപ്പാണ് നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയെ പോലെ തന്നെ ഖത്തറും യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തങ്ങളുടെ രാജ്യത്തേക്ക് വരവേറ്റത്. ഇന്നലെ ഖത്തറും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ച $1.2 ട്രില്യൺ എന്ന പടുകൂറ്റൻ സംഖ്യയുടെ വ്യാവസായിക വാണിജ്യ കരാറുകൾ മൂലം അമേരിക്കയിൽ 1 മില്യൺ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അമേരിക്കയെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഖത്തർ സന്ദർശനം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സ്വീകരിക്കുവാൻ എയർപോർട്ടിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം തന്നെ നേരിട്ടെത്തിയിരുന്നു. ഇവിടെ നിന്ന് കാർ മാർഗമാണ് ട്രംപ് ഖത്തർ അമീറിന്റെ കൊട്ടാരമായ ലുസൈൽ പാലസിലെത്തിയത്. പോകുന്ന വഴികളിലുടനീളം അമേരിക്കയുടെയും ഖത്തറിന്റെയും കൊടികളെല്ലാം സ്ഥാപിച്ചിരുന്നു. ലുസൈൽ പാലസിലെത്തിയ ട്രംപിനെ സ്വീകരിച്ചത് ഖത്തർ അമീർ ഷെയ്ഖ് തമീമും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഷെയ്ഖ ജവാഹിറയും കൂടി ചേർന്നായിരുന്നു. ബോയിങ് കമ്പനിയുമായി ഖത്തർ $96 ബില്യൺ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് പ്രകാരം 210 പുതിയ ബോയിങ് വിമാനങ്ങൾ ഖത്തർ അമേരിക്കയിൽ നിന്നും വാങ്ങിക്കും. ട്രംപ് ഖത്തറിലെത്തിയപ്പോൾ ട്രംപിനെ കാണുന്നതിനു വേണ്ടി മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ ഭാര്യയായ നിത അംബാനിയും ഖത്തറിലെ ലുസൈൽ പാലസിലെത്തിയിരുന്നു. സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ട്രംപ് എന്താണോ പ്രതീക്ഷിച്ചത് അതിൽ കൂടുതൽ കിട്ടി എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പലസ്തീനുമായും ഇസ്രായേലുമായും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ട്രംപ് എന്ത് സമീപനമാണ് സ്വീകരിക്കുക എന്നതാണ് ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. അറബികളെ പിണക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ട്രംപ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്.